പ്രസിഡന്റ് ട്രംപ് താരിഫ് കൂട്ടിയതിനെ തുടർന്ന് വളരെ ഖിന്നരായ ഒരു വിഭാഗമാണ് അമേരിക്കയിലെ അച്ചായന്മാർ, ഞാനുൾപ്പെടെ. അതായത് ഇവിടെ ഈ അച്ചായന്മാരുടെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, മുന്തിയ മദ്യമേ കഴിക്കത്തുള്ളൂ. അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇവിടെ താണ വില കുറഞ്ഞ മദ്യങ്ങളൊന്നും കഴിക്കില്ല അമേരിക്കക്കാർ. നേരെ മറിച്ച് ബിയറും വൈനും അല്ലെങ്കിൽ വില കുറഞ്ഞ മദ്യങ്ങളൊക്കെയാണ് അവർ കഴിക്കാറുള്ളത്. പക്ഷേ ഇന്ത്യക്കാർ എന്തായാലും ആ മുന്തിയ മദ്യങ്ങൾ ആണ് കഴിക്കുന്നത്. അത് നമ്മുടെ ഒരു മുഖമുദ്രയാണ്, നമ്മുടെ ഒരു വിശേഷപ്പെട്ട ഗുണമായിട്ട് കണക്കാക്കാം. അത് ഞാൻ നോട്ട് ചെയ്ത ഒരു കാര്യം, ആദ്യകാലത്ത് ഈ മുന്തിയ മദ്യം എന്ന് പറയുന്ന ബ്ലാക്ക് ലേബൽ, ഈ ജോണി വാക്കർ ബ്ലാക്ക് ലേബൽ അല്ലെ ഹെന്നസി, ഇതൊക്കെയാണ്. ഇന്നിപ്പോൾ ആ ലെവലൊക്കെ വിട്ടിട്ട് സിംഗിൾ മാർട്ട്, ഗ്ലെൻ ഫെഡിച്ച്, ഗ്ലെൻ ലിവറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഇതിൻ്റെ ഇരട്ടി വിലയോളം വരും. അതായത് ഈ ടോട്ടൽ വൈൻസിൽ വലിയ കട, അതിൽ ബ്ലാക്ക് ലേബലിന് $59 ആണെങ്കിൽ ഗ്ലെൻ ഫെഡിച്ചിന് അല്ലെങ്കിൽ ഗ്ലെൻ ലിവറ്റിന് $104 കൊടുക്കണം. അപ്പോൾ ഏകദേശം ഇരട്ടിക്കടുത്ത് വില വരുന്നു. അപ്പോൾ അങ്ങനെ വില മുന്തിയ മദ്യങ്ങൾ കഴിക്കുന്ന കൂടുതൽ മുന്തിയ മദ്യങ്ങൾ കഴിക്കുന്ന ഒരു നിലവാരത്തിലേക്കാണ് നമ്മുടെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് തമാശ, ഈ മദ്യങ്ങളെല്ലാം തന്നെ വരുന്നത് സ്കോട്ട്ലൻഡിൽ നിന്നാണ്. നമ്മുടെ ഈ സ്കോച്ച് വിസ്കികളാണ്, ഈ ബ്ലെൻഡാണെങ്കിലും സിംഗിൾ മാൾട്ട് ആണെങ്കിലും എല്ലാം വരുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ അവിടെ നിന്നുള്ള വരുന്ന വിസ്കിക്കൊക്കെ ഇങ്ങനെ 25-35% താരിഫ് കൂട്ടിക്കഴിഞ്ഞാൽ സ്ഥിതി ഉണ്ടാവും. അപ്പോൾ ഈ $104 കൊടുക്കുന്ന ഗ്ലെൻ ഫെഡിച്ച് ഈ 35% ടാക്സ് കൂടെ വന്നു കഴിഞ്ഞാൽ 35 ഒരു $140 അടുത്ത് വരും. $140 അടുത്ത് വരും. അപ്പോൾ അത് നമ്മുടെ ആളുകളെ ഇമ്മീഡിയറ്റ് ആയിട്ട് ബാധിക്കുന്ന കാര്യമാണ്. ഉടനെ വില കൂടണമെന്നില്ല, കുറേ നാൾ കഴിയുമായിരിക്കും ഇതെല്ലാം. കാരണം ഇഷ്ടംപോലെ സ്റ്റോക്ക് ഈ കച്ചവടക്കാരുടെ എല്ലാം ഉണ്ട്. അപ്പോൾ അത് തീർന്നു കഴിഞ്ഞതിന് ശേഷമായിരിക്കും വില വ്യത്യാസം വരാൻ പോകുന്നത്. എന്തായാലും നമ്മളെ പെട്ടെന്ന് ബാധിക്കുന്ന ഒരു താരിഫായിട്ടാണ് എനിക്കത് തോന്നിയിരിക്കുന്നത്, ഏറ്റവും ഇമ്മീഡിയറ്റ്. ഇനി ആകപ്പാടെ അതിന് ചെയ്യാവുന്നൊരു മാർഗം, ഈ ബർബൻ എന്ന് പറഞ്ഞ അമേരിക്കൻ വിസ്കികളുണ്ട്. അതും വളരെ കേമപ്പെട്ടതാണെന്നാണ് പറയുന്നത്. ജാക്ക് ഡാനിയൽസ്, മേക്കേഴ്സ് മാർക്ക്, ഇതൊക്കെ വളരെ കേമപ്പെട്ടതാണ്. നല്ല ടേസ്റ്റുമാണ് അത് കഴിച്ചു തുടങ്ങിയാൽ കഴിക്കുന്നവർക്ക്. അപ്പോൾ അതിലേക്ക് മാറാം. അപ്പം വില കുറച്ചും ടാക്സ് കുറച്ചും താരിഫ് കുറച്ചുമൊക്കെ കുടിക്കാനുള്ള ഒരു അവസരം കിട്ടും. ഇത് നമ്മൾ തമാശയായിട്ട് പറയുന്നതാണെങ്കിലും ഈ മദ്യത്തെപ്പറ്റി പറയുന്നത് ഇതുപോലെയാണ് മറ്റു പല കാര്യങ്ങളെ പറ്റിയും പറയുന്നത്. കാറുകളിൽ നല്ലൊരു പങ്ക് കാറുകൾ വിദേശത്തു നിന്നാണ് വരുന്നത്. എവിടുന്നാണ് ഈ ഔഡിയും വോൾക്സ് വാഗനും ഒക്കെ, അതുപോലെ തന്നെ BMW ഒക്കെ, ബെൻസ് ഒക്കെ ജർമ്മനിയിൽ നിന്ന് വരുന്നു. ടൊയോട്ടയും ഹോണ്ടയും നിസാനും ഒക്കെ ജപ്പാനിൽ നിന്ന് വരുന്നു. അവർക്കെല്ലാം ഇവിടെ ഫാക്ടറികളുണ്ട്. പക്ഷേ അതിൻ്റെ ഭാഗങ്ങളിൽ നല്ലൊരു ഭാഗം അവിടെ നിന്നാണ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടാണ് ഇവിടെ അത് അസംബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ തന്നെ മുഴുവനും ചെയ്യുന്നതും ഉണ്ടാവും. അപ്പോൾ അതിനെല്ലാം വില കൂടിക്കൊണ്ടിരിക്കും. ഇപ്പം ഒരു $30,000 വിലയുള്ള ഒരു കാറിന്, അല്ലെങ്കിൽ $40,000 വിലയുള്ള ഒരു കാറിന് 25% നികുതിയുടെ വരുമ്പം അത് $50,000 ആയി. 10% അല്ലാതെ നികുതിയുണ്ട്. അപ്പോൾ അതുകൂടെ വരുമ്പോഴത്തെ ഒരു $54,000-$55,000 ആയിട്ട് വില കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. ഇവിടുത്തെ ആളുകൾക്ക് നമ്മളെ ഇമ്മീഡിയറ്റ് ആയിട്ടത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പോൾ ഈ താരിഫ് കൂട്ടിയത് കൊണ്ട് ഈ മറ്റു രാജ്യങ്ങളിലേക്ക് പോയ മാനുഫാക്ചറിങ് അത് തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? വാസം പറഞ്ഞാൽ പല കാര്യങ്ങളും പല സാധനങ്ങളും മാനുഫാക്ചറിങ് മറ്റു രാജ്യങ്ങളിലേക്ക്, ചൈനയിലേക്കും മറ്റും പോയതിൻ്റെ കാരണം ഇവിടെ അത് ഉണ്ടാക്കാനായിട്ട് വില കൂടുതലാണ്. നേരെ മറിച്ച് അവിടെ വില കുറച്ചുണ്ടാക്കാം, അതുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. അത് ഇവിടുത്തെ ആളുകൾക്ക് പ്രയോജനപ്പെടുന്നു എന്ന് മാത്രം. അപ്പോൾ അതെല്ലാം തിരിച്ചു വരണമെന്ന് പറഞ്ഞാൽ, തിരിച്ചു വന്നാൽ അത് ഇവിടെ ഉണ്ടാക്കി അതിനേക്കാൾ വിലയിലേ വിൽക്കാൻ പറ്റത്തുള്ളൂ. കാരണം അത് വില കൂടുതലായതുകൊണ്ടാണ് അങ്ങോട്ട് പോയത് തന്നെ. അപ്പോൾ അതൊരവസ്ഥ. എന്ന് മാത്രമല്ല, ഈ മാനുഫാക്ചറിങ് ഒരിക്കൽ പോയത് എന്നത്തേക്ക് തിരിച്ചു വരും? ഈ ഒരു ചെറിയ ഫാക്ടറി പോലും, ഇവിടെ ഒരു ഫാക്ടറി തുടങ്ങി അത് ഉൽപ്പാദനം തുടങ്ങി അത് ആളുകൾക്ക് സാധനം എത്തിക്കണമെങ്കിൽ എത്രയോ വർഷങ്ങളെടുക്കും. എത്രയോ കാലങ്ങൾ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് പെട്ടെന്ന് ആ മാനുഫാക്ചറിങ് ഇവിടെ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ? അപ്പോൾ ഇതിൻ്റെ ഈ താരിഫിൻ്റെ എഫക്റ്റ് ദീർഘകാലം നീണ്ടു നിൽക്കുമെന്നാണ് നമ്മൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ചില കാര്യങ്ങളിൽ വ്യത്യാസം വരുമായിരിക്കാം, വളരെ ചുരുക്കമായിട്ടെങ്കിലും. ഇതിൽ അമേരിക്ക അല്ലെങ്കിൽ പ്രസിഡന്റ് ട്രംപും കൂട്ടരും മറക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ
ഈ മാനുഫാക്ചറിങ് സാധനങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അതിനാണ് ഈ താരിഫെല്ലാം വന്നിരിക്കുന്നത്. ഉണ്ടാക്കാത്ത സാധനങ്ങൾ അമേരിക്ക വിൽക്കുകയും അമേരിക്ക മാത്രം വിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് അമേരിക്കയ്ക്ക് മാത്രം ആധിപത്യമുള്ളത്. ആ രംഗത്ത് സർവീസസ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് മൈക്രോസോഫ്റ്റ്, ഗൂഗിള്, പിന്നെ ഫേസ്ബുക്ക്, ഇതിനെല്ലാം മറ്റു രാജ്യങ്ങൾ താരിഫ് ചുമത്തിയാലോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഞങ്ങൾ പിന്നെ ഫേസ്ബുക്കുകാരനോട് ഇത്ര താരിഫ്, നിങ്ങൾ ഇത്ര ഇവിടെ ഇന്ത്യയിൽ ഇത്ര വരിക്കാറുണ്ടെങ്കിൽ ഇത്ര പിന്നെ പൈസ നമുക്ക് കിട്ടിയിരിക്കണം എന്ന് സർക്കാർ നിർദ്ദേശിച്ചാലോ? അപ്പം ആ സർവീസ് സെക്ടറിൽ അമേരിക്കയ്ക്ക് വലിയ തോതിൽ അഡ്വാൻറ്റേജ് ഉണ്ട്. വലിയ തോതിൽ അമേരിക്കൻ പിന്നെ ഉൽപ്പന്നങ്ങളാണ് മറ്റു രാജ്യങ്ങളിലെല്ലാം വിറ്റഴിയുന്നതല്ല ചിലവാകുന്നത്. അപ്പോൾ അവിടെ ഉള്ള ആധിപത്യം അതും ചോദ്യം ചെയ്യപ്പെടാം. അപ്പോൾ അതൊരു പ്രശ്നമായി തീരാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നമ്മുടെ ഈ ഉൽപ്പാദനത്തിൻ്റെ കാര്യം മാത്രം ആലോചിക്കുന്നു എന്നാണ് തോന്നുന്നത്. ഇനി ഇപ്പോഴത്തെ പക്ഷേ പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഇന്ത്യയിൽ നിന്നും മറ്റും ഇവിടെ താരിഫ് കൂട്ടിയതോടുകൂടി അത് ഇന്ത്യയെ വലിയ തോതിൽ ബാധിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പം സൂറത്തിലെ വജ്ര വ്യാപാരം, ഡയമണ്ട് ബിസിനസ്, ഡയമണ്ട് ലോകത്തിലുണ്ടാക്കുന്ന 10 ഡയമണ്ടിൽ 8 എണ്ണവും ഉണ്ടാക്കുന്നത് ഈ സൂറത്തിലാണ്. അത് പോളിഷ് ചെയ്യുന്നതും ഷേപ്പാക്കുന്നതും. അപ്പോൾ അവിടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നത്. അപ്പോൾ ആ ഡയമണ്ടുകളിൽ ഒരു 30% അമേരിക്കയിലാണ് വിൽക്കുന്നത്. കാരണം ഡയമണ്ട് ഏറ്റവും വാങ്ങുന്നത് അമേരിക്കയിലാണ്. മറ്റൊരു രാജ്യത്തും അത്രയധികം ഡയമണ്ടിനോടുള്ള ക്രേസ് എന്ന് മാത്രമല്ല മറ്റു രാജ്യക്കാർക്ക് അത് അഫോർഡ് ചെയ്യാനായിട്ട് കഴിയുന്ന രാജ്യങ്ങളും കുറവാണ്. അപ്പം ഇങ്ങോട്ട് വരുന്നില്ല, ഇവിടെ വില കൂടുകയാണെങ്കിൽ ഇങ്ങോട്ട് വരാത്ത ഒരവസ്ഥ, ഇങ്ങോട്ട് വരുന്നത് കുറയുകയാണെങ്കിൽ അത് അവിടെ വലിയ തോതിൽ ബാധിക്കും അവിടുത്തെ ആളുകളെ. അപ്പോൾ ആളുകളെല്ലാം ഗ്ലൂമി ആയിരിക്കുന്നു, പാടെ നിരാശ ബാധിച്ചിരിക്കുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ കണ്ടത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ GDP-യിൽ, കാരണം ഇവിടെ ഇന്ത്യയുടെ ഇറക്കുമതി പിന്നെ കയറ്റുമതിയിൽ എൻജിനീയറിങ്ങും ഇലക്ട്രോണിക്സും കഴിഞ്ഞാൽ 3-ാം സ്ഥാനമാണ് ഈ ഡയമണ്ടിനുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടുത്തെ ജനറിക് മരുന്നുകൾ. അപ്പോൾ ഇതിനെയൊക്കെ ബാധിക്കുന്നതാണ്. അപ്പോൾ അത് ഇന്ത്യയുടെ എക്കോണമിയെയും ബാധിക്കുമെന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ എക്കോണമി പിന്നെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഇവിടെ ഈ താരിഫൊക്കെ വരുന്നതോടുകൂടി ഇങ്ങോട്ടുള്ള കയറ്റുമതി കുറയുകയോ അല്ലെങ്കിൽ ഇവിടുന്നുള്ള കയറ്റുമതിക്ക് പ്രശ്നങ്ങൾ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ അത് ഇന്ത്യൻ എക്കോണമിയെയും ബാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയായാലും ഇതിൻ്റെ ഒരു എഫക്റ്റ്, ലോകവ്യാപകമായിട്ട് ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്താണെന്ന് നമ്മൾ ഒരു 3-4 മാസം കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. എന്തൊക്കെ സംഭവിക്കും, ഇതിൽ എത്ര കണ്ട് ഗുണകരമായിരിക്കും, എത്ര കണ്ട് ദോഷകരമായിരിക്കും. പിന്നെ ആകെയുള്ളത് ദോഷകരമാണെങ്കിൽ പ്രസിഡന്റ് ആണ് ഈ നിയമങ്ങളെല്ലാം കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന് തന്നെ അത് മാറ്റുകയും ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അത് ഗുണകരമല്ലെങ്കിൽ മാറ്റങ്ങളും പിന്നെ വേണ്ട രീതിയിലുള്ള മാറ്റങ്ങളും വരുത്താൻ പറ്റും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.